ജസ്ന ഇപ്പോൾ ആകെ സങ്കടത്തിലാണ്. ജസ്നക്ക് ഒരു ശകലം പോലും റീച്ചില്ല. ജസ്നയെ ആരും ശ്രദ്ധിക്കുന്നുമില്ല. ഇതാണ് ജസ്നയുടെ വിഷമം. ജസ്ന കണ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ജസ്നയുടെ കണ്ണൻ്റെ പടം ആരും വാങ്ങിക്കുന്നില്ല. ജസ്ന മൊത്തത്തിൽ ഭിത്തിയിൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് പ്രമോഷൻ പോലെ ജസ്ന ഓരോന്നും പറയുന്നുണ്ട്. ഇത് ഞാൻ വേറൊന്നിനും അല്ല കണ്ണൻ്റെ പടം വരച്ചിങ്ങനെ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും, എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇതിൽ ഓർഡർ ചെയ്യുക. ആരും വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പം കരഞ്ഞ് മെഴുകി എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എൻ്റെ വയറ്റിപ്പഴപ്പാണ്, എൻ്റെ അന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്ന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത ഒരു ഉടായിപ്പുമായിട്ടാണ് ജസ്ന വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണന് പായസം കാഴ്ചവെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിന്നിനകത്ത് അടച്ച് ജസ്ന അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ജസ്ന പോകുന്നതിന് മുമ്പ് കുറച്ച് തള്ളൊക്കെ അവിടെ ഇരുന്ന് തള്ളിയിട്ടാണ് പോണത്. അപ്പം നമുക്ക് ആ തള്ളൊന്ന് കേൾക്കാം. ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അത് ശരിയാണ്, നീ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കണ്ണനെ തൊട്ടാണ് ഞാൻ വരച്ച് തുടങ്ങിയത്. പിന്നെ വലിയ കണ്ണനെ ഞാൻ വരച്ചു തുടങ്ങി എന്ന്. കുഞ്ഞു കണ്ണനെ ഞാൻ 5000 വെച്ച് തുടങ്ങി. ഞാൻ 30,000 50,000 വരെ എൻ്റെ കയ്യിൽ നിന്ന് കണ്ണൻ്റെ പടം വിറ്റ് പോകുന്നുണ്ട്. അത്രയും വലുതാണ് ഞാൻ വിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് ഏതൊരു സെലിബ്രിറ്റി എവിടെ വരുന്നു എന്ന് കണ്ടാലും അവർക്ക് ഒരു കണ്ണൻ്റെ പടവും വരച്ച് ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. അതായത് ജസ്ന അവിടെ പ്രത്യക്ഷപ്പെടും. എന്തിനാണ്? ജസ്നയെ എല്ലാവരും അറിയാൻ. ഇപ്പം ആരും അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ജസ്ന എവിടെയൊക്കെ ചെന്ന് കിടന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ജസ്നയെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല. ആരും കയറി വീഡിയോ ഒന്നും കാണുന്നില്ല, വ്യൂ ഇല്ല. ഇപ്പം എന്താ അങ്ങനെ അടുത്ത ഉടായിപ്പ് തെണ്ടിത്തരമായിട്ടാണ് ജസ്ന വന്നിരിക്കുന്നത്. 2 മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കാൻ വേണ്ടി, അതായത് ലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഉടായിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണനെ വരച്ച് വിൽക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ കണ്ണൻ്റെ ആരാധകയെന്ന് പറയുന്നു. എവിടെ ചെന്ന് നിന്നാലും എൻ്റെ കണ്ണാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഇതത്രയും ചെയ്തു കൂട്ടുന്നത്? കണ്ണൻ്റെ പടം മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് കണ്ണൻ്റെ പടം വരച്ച് വൈറലാകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, കണ്ണൻ്റെ പടം വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആളെയൊക്കെ ഒരു ഇതായിരിക്കും. ഒരു മുസ്ലിം പെൺകുട്ടിയല്ലേ വരയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ജസ്നയെ വിളിക്കുന്നു പറയുന്നു എന്നൊക്കെ ജസ്ന പറയുന്നുണ്ട്. കണ്ണൻ്റെ പടം ഒന്നും വിറ്റ് പോണില്ല. അതുകൊണ്ട് അടുത്ത ഉടായിപ്പ് ഇനി പായസം കൊണ്ട് നടന്ന് പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ ടിന്നിൽ പായസം കൊണ്ട് പുള്ളിക്കാരി വെക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അതിൽ നിന്നും കലഹം ഉണ്ടാക്കണം. ഇതാവുമ്പോൾ ജനങ്ങൾ കൊണ്ടങ്ങ് ഇളകും. ജനങ്ങൾ കൊണ്ട് ഇളകുമ്പോൾ ഇവക്ക് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇവൾ കളിക്കുന്ന നാടകമാണ് ഇത്. നാടകമേ ഉലകം. ബാക്കിയൊക്കെ അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനെയൊക്കെ കണ്ണന് കൊണ്ട് കൊടുക്കണമെന്ന്? നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ പായസം കൊണ്ട് കണ്ണന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അവിടെ പോയി ഗുരുവായൂർ അമ്പലനടയിൽ പോയി വാങ്ങിച്ച് കിട്ടണത് കുടിക്കണതല്ലാതെ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്ര മിടുക്കിയാണ്. കണ്ട, അത്രയ്ക്ക് ആരാധനയാണ് കണ്ണൻ്റെ അടുത്ത്. അങ്ങനെയാണ് പായസമായിട്ട് ഇപ്പം പോവും. കാണാം. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എൻ്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ എത്രാമത്തെ കുഞ്ഞ്? അപ്പൊ കണാരേട്ടൻ ഇത് എത്രാമത്തെ കുഞ്ഞ്? കണാരേട്ടനെയും കൊണ്ട് കിടക്കുന്നു. ജസ്നയുടെ മക്കളെ പോലെയാണ് കണ്ണനെ കരുതിയിരിക്കുന്നത്. അപ്പൊ കർണാടനം കളഞ്ഞ ഞാൻ കണ്ണന് വേണ്ടിയിട്ട്
കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം, ഇതെന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. മടമടത്ത വെള്ളം, മടമടല മഴവെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അതാ ടിന്നിനകത്ത് ഒഴിക്കണ്. ഇതെന്തോന്ന് പായസം എന്ന് പറഞ്ഞാൽ ചെറുപയർ പായസോ. ഇതില്ല മഴവെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് സാമ്പാർ പരിപ്പല്ലേ, തുവരം പരിപ്പല്ലേ ഇട്ടിരിക്കുന്ന സാമ്പാർ പരിപ്പ് തന്നെ. ഇതിപ്പോൾ അവിടെ നിൽക്കണ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണത്തിനും വയറ്റിളക്കം പിടിക്കും. ഇതിപ്പോൾ ആരൊക്കെ കുടിച്ചിട്ടുണ്ടാ, അവിടെ കൊണ്ട് വെച്ചിട്ട് വരുമെന്നൊക്കെയാണ് പറയണത്. എന്നാലും ആരെങ്കിലുമൊക്കെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറിളവുകയും ചെയ്യും, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യും. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കല് വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പോവും. കണ്ട, ഇതിനിപ്പോൾ കുറച്ച് പേരങ്ങോട്ട് റിയാക്ട് ചെയ്യും. ഇത് ജനങ്ങൾ കൊണ്ടാളാകും. ഇവളെന്തോന്ന് കാണിക്കണത്, ഇവൾ മനഃപൂർവ്വമാണ്. ഇതാണ് അവൾ ആവശ്യം, ഇതാണ് ജസ്നക്ക് വേണ്ടിയത്. ഇങ്ങനെ പറയണം, ഓരോന്നും ജസ്നായ പറയണം. പറയുമ്പോൾ ജസ്നക്കത് റീച്ചാവും. ഇതാണ് ജസ്നാരെ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് ഈ മഴവെള്ളം കണക്കുള്ള പായസമൊന്നും പറഞ്ഞ് എന്തരാണ് അന്ത ശർക്കരയും കണ്ട കലക്കി അതിൽ തോരൻ പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, തോരൻ പരിപ്പ്, ഇവിടെയൊക്കെ തോരൻ പരിപ്പ് എന്നാണ്. ആ തോരൻ പരിപ്പ് ഇട്ട് കലക്കിയിട്ട് കൊണ്ട് പോവേണു. ആർക്കൊക്കെ വയറ്റിളക്കാൻ പിടിക്കും. കാരണം എൻ്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. നിന്റെ മക്കൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞാണ് നിന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ കാണിക്കണ എന്തിനാണ്? ഇത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കണതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എൻ്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. ഇപ്പം അങ്ങനെയായ 2 മക്കളും മൂന്നാമത്തെ കുഞ്ഞിനെ പോലെയാണ് കണ്ണനെ കരുതുന്നതെന്ന്. സലീമാക്കായൊക്കെ കളഞ്ഞ, കണാരേട്ടനെയൊക്കെ കളഞ്ഞ, എനിക്ക് വയ്യ. കണ്ണൻ്റെ പടം വിൽക്കാൻ വേണ്ടി എന്തെല്ലാം കാണിച്ച് കൂട്ടണ്. ജനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് കണ്ണനെ അത്രമേലിഷ്ടമെന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കണം. അങ്ങനെയെങ്കിൽ എൻ്റെ മൂന്നാമത്തെ കുട്ടീന്ന് പറയുമ്പോഴെങ്കിലും നിങ്ങൾ പടം മേടിക്കണം. ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം അത് സെയിൽ നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കും. അപ്പം അത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. അങ്ങനെ പായസമൊക്കെ എടുത്ത് എന്താ പറയുക, നല്ല സന്തോഷത്തോടെ ഗുരുവായൂരേക്ക് യാത്ര തുടങ്ങി കേട്ടോ. വണ്ടി കയറിയാൽ പിന്നെ വണ്ടിയിൽ പാട്ട് വെച്ചിങ്ങാൻ ഞങ്ങളും കൂടെ പാടി എന്ന് പറഞ്ഞിട്ട് അതിൽ അടിപൊളിയായിട്ടാട്ടോ ഗുരുവായൂർ പോയി വരാറ്. പോരാത്തതിന് ഭയങ്കര രാവിലെ തൊട്ടിട്ട് തോരാത്ത മഴ. ഇങ്ങനെ ഞങ്ങൾ പാടി ആടിയാണ് ഞങ്ങൾ പായസവും കൊണ്ട് പോണ, തോരൻ പരിപ്പ് പായസവും കൊണ്ട്. അപ്പോഴ് അങ്ങോട്ട് പോണ വഴിക്ക് ഭയങ്കര മഴയല്ല മഴ കേട്ടോ. അപ്പം ഈ മഴയത്ത് വണ്ടിയിൽ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടോ. കോഴിക്കോട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സമയം തൊട്ടിട്ട് മഴയാണ്, നിൽപ്പില്ലാത്ത മഴ. എനിക്ക് തോന്നുന്നത് ആശാനോട് ഓഫാക്കാൻ മറന്നു പോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അത്രമേൽ മഴ കേട്ടോ. ആശാനെയും കൊണ്ടുപോണ, താരെയൊക്കെ കൊണ്ടുപോണത്? ആശാൻ ഓഫാക്കാൻ മറന്നു. കണാരേട്ടനും ആശാനും ഉണ്ടാ. കണാരേട്ടനെയാണ് വിളിക്കുന്നത്. എങ്ങനെ എന്താ പറയുക, പേമാരി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ മഴ. അങ്ങനെ പായസമായിട്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ. കൊടയില്ലായിരുന്നു. ഇവരൊക്കെ വിളിച്ചു പറയണ പേമാരി എന്ന് പറയൂലേ, അത് കണക്കത്ത മഴയെന്ന്.
ഇതെന്തൊക്കെ വിളിച്ച് പറയണ്? പേമാരി എന്നൊക്കെ പറയൂലേ, അതേ കണക്കത്തെ മഴ. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് കനത്ത മഴയെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ. വണ്ടിയിൽ എപ്പോഴും കുട ഉണ്ടാവാറുണ്ടായിരുന്നേ. എന്തോ വണ്ടിയിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ പിന്നീട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് ഒരു കുട മേടിച്ചിട്ടാട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണന് ഒരു ടിന്ന് പായസമായിട്ട് പോവേണ്. എന്തു ഈ പേരും മഴയെ നനഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു പെൺകുട്ടി പോണ. അതും മുസ്ലിം കുട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്? ആർക്കും തോന്നിയില്ലല്ലോ. മുസ്ലിം ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്യണത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ അത്രക്ക് മഴ എന്ന് വെച്ചാൽ. എനിക്കറിയില്ല, ഞാൻ ഇത്രയൊന്നും മയത്ത് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പക്ഷെ മയത്ത് ഗുരുവായൂർ പോകുന്ന അവിടെ ഉള്ളിൽ കാണാൻ ഭയങ്കര രസമാണ്. ജനങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ പുള്ളിക്കാരി ഈ ടിന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടോളി, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് വാങ്ങിച്ച് ഞണ്ണയല്ലേ ചെയ്യണത്. കണ്ട, ഞാൻ കൊണ്ട് കൊടുക്കണ കണ്ടോ എനിക്ക് അത്രയ്ക്ക് ആരാധനയാണ്. ആ ടിന്നിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊതിഞ്ഞിട്ടോ ഒരു കവറിലെടുത്ത് ഇടോ ഒന്നും ചെയ്തിട്ടില്ല. കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോക്കേ. അപ്പോൾ പായസമായിട്ട് ഞാൻ കണ്ണന് കൊടുക്കാനായിട്ട് അത്രമേൽ സന്തോഷത്തോടെ കേട്ടോ പോണേ. വെള്ളപ്പൊക്കം കാണാൻ വന്ന എജാതി മഴ. നോക്ക് വെള്ളം, ഫുള്ള് വെള്ളം. അയ്യോ കൊടയൊക്കെ പറന്നു പോയി. അമ്മാതിരി വെള്ളം. അത്ര സ്നേഹമാണ്. ഒരു പാറ്റ കയറിപ്പോയി. അവിടേക്ക് എന്തെങ്കിലും കൂറയെന്നെ കൂറാച്ചിന്നാണ്. പാറ്റ കയറിപ്പോയി. ആ പാറ്റയെ കണാരേട്ടൻ തട്ടി അങ്ങ് കളഞ്ഞു. അവരത്ര സ്നേഹമാണ്. നിങ്ങളെന്തേലും പറയണത്? മോനെ പോലെയാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതുക്ക് മേലെ നല്ല സ്നേഹമാണ്, നല്ല സൗഹൃദമാണ് അവർ. അയ്യോ എന്ത് പോയാന്നറിയോ? എന്താ ബൈക്കാരെ ഷോൾഡറിനുള്ള കൂറാനെ കണ്ടല്ലോ. അയ്യോ ഉള്ളത് പറയല്ലോ, ഒരു മനുഷ്യർ മൈൻഡ് ചെയ്യില്ല, നോക്കണോലും അറിയും ഇല്ല. ഈ ജസ്നേരെ ഉടായിപ്പ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒന്ന് നോക്കുന്ന പോലും ഇല്ല ഇവള് നടന്നു പോയിട്ട്. ഭയങ്കര മഴ, ഒന്നായിട്ട് വെള്ളം. ഇവിടുന്ന് ഒരു കൊട മേടിച്ചിട്ടാട്ടോ അങ്ങോട്ട് പോയത്. തിരിച്ചുവരുമ്പോ കണ്ണന്റെ നടയിൽ പായസമൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം പുള്ളിക്കാരി അതിന് ശേഷം വന്നിരുന്നും കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. ന്യായീകരണം ഒന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കുറച്ച് പായസം ഉണ്ടാക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ അവിടെ നടക്കൽ വെക്കാനേ എന്ന് പറഞ്ഞിട്ട്. അത് മനസ്സിലായി. കൈ പിടിച്ച ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒക്കെയാണെന്നുള്ളത് മനസ്സിലായി. എല്ലാവരും കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ട് നടന്നത്, ഇങ്ങനെ താലിപ്പൊലിയും വിളക്ക് കണക്ക്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. അതേപോലെ 1-2 ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന്. മതസ്പർദ്ധ തന്നെ നീ അത്രയ്ക്ക് തെണ്ടിത്തരമാണ് നീ കാണിച്ചിരിക്കുന്നത്. മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ച തെണ്ടിത്തരമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് വേണ്ടിയതും ഇത് തന്നെയാണ്. നീ ഇങ്ങനെ കാണിക്കണം, നിന്നെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണം. നിന്നെ ആരും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരേ ഒരു ഉദ്ദേശമായിരുന്നു ഇത് ഇങ്ങനെ കാണിക്കണമെന്ന്. ഇന്ന് നീ ഇതിലും അപ്പുറം നീ കാണിക്കും. ജസ്നയെ മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ അതിനകത്ത് കയറിക്കിടന്ന് വീഡിയോ എടുത്തതിന് ജസ്നയെ വിലക്കിയതാണ്. എന്നിട്ട് ജസ്ന കുറച്ച് നാൾ അടങ്ങി ഒന്ന് ഇരുന്നതിന് ശേഷം വീണ്ടും ജസ്ന ഇറങ്ങി തുടങ്ങി. ഞാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ആര് പറഞ്ഞു? നീയാണ് ശ്രമിച്ചത്. മറ്റുള്ള അവർക്കെന്താ, ആ മതത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നാത്തത്? അവർക്കറിയാം ഇതിങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നുള്ളത് അവർക്കറിയാം. അവർക്ക് ആ അമ്പലത്തിൽ, ഏതൊരു അമ്പലത്തിൽ കയറിയാലും അത് ചെയ്യേണ്ട രീതികൾ അവർക്കറിയാം. നീ അങ്ങനെയല്ല കാണിക്കണത്. നിനക്ക് വൈറലാവണം. ഈ വൈറലാവാൻ വേണ്ടിയിട്ടാണ് ജസ്ന ഇത്രയും ഈ തെണ്ടിത്തരം
തെണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. തെണ്ടിത്തരമെന്നേ പറയാൻ പറ്റൂ. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേന്ന്. ഞാൻ ഒരിക്കലും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. എനിക്ക് പോവാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ മുൻപ് കയറി, ഇപ്പം നടയിൽ കൊണ്ടുവയ്ക്കാൻ പോണു എന്നാണ് പറഞ്ഞത്. മുമ്പ് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടന്ന് വീഡിയോയൊക്കെ എടുത്തായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും എന്ത് സാധനം കൊണ്ടുപോയാലും, അത് കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും, അത് എത്ര വിലയുടെ സാധനമാണെങ്കിലും, എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും, അത് ഗുരുവായൂര് ശ്രീകോവിലിനുള്ളിൽ കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ആ പായസം തന്നല്ല. അപ്പൊ പിന്നെ എന്തിനിങ്ങനത്തെ വേല ചെയ്ത്? അപ്പൊ നീ വർഗീയത ഉണ്ടാക്കുന്നതല്ലേ? പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? ഈ കാര്യങ്ങൾ അറിയാലോ. ഉണ്ടാക്കി കൊണ്ടുപോയത് എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിന്റെ സന്തോഷത്തിന്. ഞാൻ കണ്ണന് സമർപ്പിച്ചതാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. അങ്ങനെ നിന്റെ മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു എങ്കിൽ നീ കൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാതെ നീ കൊണ്ട് ചെന്ന് അവിടെ കൊണ്ടുവന്ന് ജസ്ന അവിടെ കൊണ്ടുവന്ന് വെക്കണമായിരുന്നു. അപ്പം എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞ? ജനങ്ങൾ കൊണ്ടിളവാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞ ഒരു കാര്യമാണത്. അവിടെ നിങ്ങൾ മതസ്പർദ്ധയല്ല കാണേണ്ടത്. ഞാൻ അവിടെ നടക്കൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത്. അത് വൈകുന്നേരം ആരെങ്കിലും ലേലം ചെയ്ത് മേടിച്ചോണ്ട് പോവുകയേ ചെയ്യുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നിട്ടും ഞാൻ അത് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടേ അതെന്റെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട്. ലേലം ചെയ്ത് മേടിച്ചോണ്ട് പോണവർക്ക് മൊത്തത്തിൽ ഇന്ന് വയറിളവും. ആര് മേടിച്ച് കുടിച്ചാൽ എന്തോ ഈ തോരൻ പരിപ്പ് പായസം, പച്ചവെള്ളം, മഴവെള്ളം എന്ന് പറഞ്ഞാൽ തോട്ടി കിടക്കണ വെള്ളം, പിന്നും കലക്ക് വെള്ളത്തിന് പിന്നും ഒരിതുണ്ട്. അതെന്തേലും വെള്ളം കണക്ക് അങ്ങ് കോരി ഒലിച്ച് 5-6 ആ തോരൻ പരിപ്പ് ഇട്ട് വെച്ചതാണ്. ശർക്കരയെല്ലാം കണ്ട തോരൻ പരിപ്പ് ഇട്ട് കലക്കി എടുത്തുകൊണ്ട് അങ്ങ് പോയി. അല്ലാതെ പയറ് പായസമോ അല്ല. പയറ് പായസം അങ്ങനെയാണ് ആയിരിക്കണത്. ലേലം വിളിച്ച് കൊടുക്കുമെങ്കിൽ നന്നായിരിക്കും. ആരൊക്കെ ഹോസ്പിറ്റലിലാവോ, എത്ര പേര് കാണുമോ, ഉണ്ടാ ജീവിച്ചിരിപ്പുണ്ടാ ഒന്നും അറിയാൻ പറ്റൂല. ആ ഗതികേടായിട്ടുണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും. ഒരു സാധനവും ശ്രീകോവിലിനകത്തേക്ക് എടുക്കില്ല എന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവിടെ എന്തെങ്കിലും സാധനം സമർപ്പിക്കുന്നുണ്ട്. ഭഗവാനോട് സ്നേഹമുണ്ട്. അതുപോലെ പള്ളി സ്ഥലങ്ങളിൽ ഭീമാ പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്ന് നിന്നും കൊണ്ട്, പള്ളിമുറ്റത്ത് നിന്നും കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നിന്നിട്ട് അവിടെ ചെന്ന് നിന്നും കൊണ്ട് എന്തൊക്കെയോ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്റെ സ്ഥിരം പരിപാടി, നിനക്ക് റീച്ചാണ് വേണ്ടിയത്. സ്നേഹം ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ? ഉണ്ടെങ്കിൽ അത് ഭഗവാനോടുള്ള സ്നേഹമാണ്, അല്ലാതെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. വെറുതെ ഇത് വളച്ചൊടിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പിന്നെ നീ ജസ്നെ ഇപ്പം കാണിക്കുകയല്ലേ ചെയ്തത്? ജസ്നെ കാണിച്ചിട്ടല്ലേ കൊണ്ടുപോയത്. അപ്പോഴെന്താണ് അവിടെ അടിയുണ്ടാക്കാനല്ലേ ചെയ്തത്? അവർ സമർപ്പിക്കുക. എത്ര പേര് കൊണ്ടുവന്ന് ഇങ്ങനെ സമർപ്പിക്കണവർ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്നയ്ക്ക് ആവശ്യം ജസ്ന വരയ്ക്കുന്ന കണ്ണൻ്റെ പടം വിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആരും വാങ്ങിക്കുന്നില്ല, ഇതാണ് ഉദ്ദേശം. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാവരും പോയി വാങ്ങിക്കണം. അതുകൊണ്ട് ഇനി പായസമൊന്നല്ല, ചക്ക ആയിരുന്നാലും കൂട്ടാൻ വെച്ച്, ചീനി ആയിരുന്നാലും ഒക്കെ കൂട്ടാൻ വെച്ച് കൊണ്ടുപോകും. ഇനി ഓരോന്നോരോന്ന് കൊണ്ടിങ്ങനെ ഇറങ്ങും ജസ്ന. ഞാൻ കൊടുത്തത് എൻ്റെ കണ്ണനാണ്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ആരും അല്ല. അത് വെറുതെ ഇങ്ങനെ വളിച്ചൊടിച്ച് വെറുതെ ഇങ്ങനെ വളിച്ചൊടിച്ച് എൻ്റെ കണ്ണനാണ് ഞാൻ കൊടുത്തത്, നീ കണ്ണന് കൊടുക്കേ, കണാരേട്ടന് കൊടുക്കേ, എന്തരാ ചെയ്. പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ചെയ്യായിരിക്കും. കണാരേട്ടന് കൊടുത്തോ, പായസം കൊടുക്കേ, വേറെന്തര കൊടുക്കേ, എന്തരാ ചെയ്യും, നമുക്ക് ആർക്കും ഒന്നുമില്ല. പക്ഷേ ഈ ചെയ്തത് തെണ്ടിത്തരമാണെന്നേ പറയുള്ളൂ. മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളാണ്. ഇതിപ്പോൾ ജനങ്ങൾ കൊണ്ടിളവിയില്ലേ? ഇതാണ് അവൾക്ക് ആവശ്യം. ജസ്നക്ക് ആവശ്യം ഇതാണ്. ജനങ്ങൾ കൊണ്ട് ഇളകും. ഒന്നോടെ ഇളകിയിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം ജസ്നക്ക് ആവശ്യവും ഇതാണ്. ആരെന്ത് തോന്നിയാസം വിളിച്ചാലും ജസ്നക്ക് ഒരു പ്രശ്നവും ഇല്ല.
ജസ്നാക്ക് വൈറലാവണം. ഇതാണ് ജസ്നയുടെ ഉദ്ദേശം.